ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ തലയ്ക്ക കുഴപ്പം, അതുകൊണ്ട് എങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയാണേ. അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ അനാമിക ഇങ്ങനെ അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ചെല്ലച്ച കാപ്പിയുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, അല്ല വല്യമ്മ എന്ത് ചെയ്യും, വല്യമ്മയല്ലേ ഇന്ന് എണീച്ചതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും ചെല്ലച്ച പറയും, അറിയില്ല എന്ന് പറയേ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ദേവയാനിയും ആദർശും നയനയും എല്ലാവരും കൂടെ ഓടിയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നു കേട്ടോ. അപ്പോൾ ഇവർ മൂന്നാളും കൂടെ ഇങ്ങനെ നടന്നു വരുന്ന കണ്ടിട്ട് ജലജയുടെ അനാമികയുടെ കണ്ണ് മഞ്ഞളിക്കും കേട്ടോ. അപ്പം ജലജ ഇങ്ങനെ അനാമികയോട് പറയാണ്, ഏട്ടത്തിക്കും അപ്പോൾ ഇവളും നടക്കാൻ പോയോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം മൂന്നുപേരും കൂടെ കയറി വന്നതിന് ശേഷം വീണ്ടും ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ മൂന്നാളും കൂടെ ഒന്നിച്ചാണോ നടക്കാൻ പോയെന്ന് ചോദിക്കും കേട്ടോ. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അല്ല അമ്മ ആദ്യം പോയി നയന പിന്നാലെ എന്നാണ് പറയും കേട്ടോ. അമ്മ ഗ്രൗണ്ടിൽ നടന്ന് ഇവള് റോഡിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും അനാമിക പറയുകയാണ്, ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടെ ഒന്നിച്ചാണ് നടന്നതെന്ന് വിചാരിച്ചെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പം നടന്നൊന്നും കണ്ട് എന്താ പ്രശ്നം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയുകയാണ്, എനിക്കിഷ്ടമല്ലാത്ത മരുമകളുടെ ഒപ്പം ഞാൻ ഒരിക്കലും നടക്കാൻ പോവില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നടക്കാൻ പോയത് കണ്ടിട്ട് ഇവനെ കൂട്ടിയിട്ട് വന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് ഇങ്ങനെ ദേവയാനി പറയുക. അപ്പോഴത്തേക്കിന് ആദർശ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുക, ഇവള് രാവിലെ എണീച്ചിട്ടല്ലേ പോയത്, ഇവള് നടക്കാൻ പോയത് ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിന് നാമിക പറയുന്നുണ്ട്, വല്യമ്മ പോകുന്നത് കണ്ടിട്ട് പിന്നാലെ പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നയന പറയുകയാണ്, അങ്ങനെ കണ്ടതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ ഒന്നും നീ വരണ്ട, നിനക്കൊപ്പം നടക്കാനൊന്നും എനിക്ക് ഒരു താല്പര്യവും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജി ഇങ്ങനെ പറയുക, ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പോയി എടുത്ത് കുടിക്കുന്നു പറയും കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയാണ്, എനിക്ക് അപ്പച്ചിയുടെ ചായയൊന്നും വേണ്ട, എനിക്ക് അമ്മ ചായ ഇട്ടെങ്കിൽ ആ ചായ മതി എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും ജലജ നമ്മുടെ ദേവയാനെ വീണ്ടും വീണ്ടും തിളപ്പിക്കുകയാണ്. അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, അമ്മ ഏട്ടത്തി ചായ ഇട്ട് കൊടുക്കണമെന്ന്. ആ ശരി, ഇട്ട് കൊടുക്ക് എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നവി ഇങ്ങനെ പറയും, തിളപ്പിക്ക്, വീണ്ടും വീണ്ടും തിളപ്പിക്ക് എന്നിങ്ങനെ പറയുവാണ്. എന്നാലല്ലേ ഈ വീട്ടിൽ വഴക്കുണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമിക പറയുവാണേ, അപ്പച്ചി പറഞ്ഞാലും കാര്യമുണ്ട്, പിന്നെ നിന്റെ അപ്പച്ചി നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ, അതും കേട്ട് ജീവിച്ചോ നീ, സ്വന്തം മോനെ ഒരു വഴിക്കാക്കി, ഇനി നീയും അതിന് പിന്നാലെ പൊയ്ക്കോ എന്നിങ്ങനെ നവി പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി, ഞാൻ ഫ്രഷ് ആവട്ടെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങോട്ടേക്ക് പോവുകയും. അപ്പോഴത്തേക്കിനും ജലിച്ച് പറയുകയാണ്, അമ്മായിയമ്മ മരുമോൾക്ക് ഇന്നലെ കഷായം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, എന്നെ കണ്ടപ്പോൾ ഒരു പതർച്ച ഉണ്ടായിരുന്നെന്ന് നമ്മുടെ ജലജ അനാമികയോട് പറയുന്നുണ്ട്. മൊത്തത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടല്ലോ മോളെ എന്നിങ്ങനെ ജലജ അനാമികയോട് പറയുക. അപ്പം അനാമിക പറയുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കും നമ്മുടെ വേണുവിൻ്റെ കുടുംബത്തിനെ കേട്ടോ. ഇപ്പം ഇങ്ങനെ കാർ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അദ്ദേഹം നമ്മുടെ അനാമിക ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും അമ്മ ഓടി വരുന്നുണ്ട് കേട്ടോ. മോളെ നീ വഴക്കടിച്ചിട്ടൊന്നും അല്ലല്ലോ വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ അനാമിക പറയും, വഴക്കടിച്ചിട്ടൊന്നും അല്ല വന്നത്, ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് രാവിലെ എന്താണ് നമ്മുടെ ദേവയാനി ഓടാൻ പോയിട്ടുണ്ടായിരുന്നു, കൂട്ടത്തിൽ നയനയും പോയിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ആദർശവും ദേവയാനിയും നയനയും എല്ലാവരും കൂടിയാണ് കയറി വന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് അമ്മ ചോദിക്കുക, അവരെല്ലാവരും ഒന്നിച്ചോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. മോളുടെ സംശയം തള്ളിക്കളയാൻ പറ്റില്ല രേവതി, കാരണം അനന്തപുരി തറവാട്ടിൽ ഒരു വേലക്കാരി ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ആരും സംശയിക്കത്തില്ലേ, എന്ന് മൂക്കത്ത് വിരൽ വെക്കത്തില്ലേ എന്നിങ്ങനെ വേണു രേവതിയോട് ചോദിക്കുന്നുണ്ട്. അവിടെ വീട് പണിക്ക് ഒന്നല്ല രണ്ട് പേര് വേണ്ടതാണ്, പക്ഷെ ആഴ്ചയിൽ ഒരിക്കലാണ് ഒരു വ്യക്തി വരുന്നത്, രണ്ടുപേർ എടുക്കേണ്ട പണികളാണ് ഒന്നിച്ച് ഒരു വ്യക്തി എടുക്കുന്നത്. അപ്പോഴത്തേക്കിന് അനാമിക പറയുകയാണ്, ശരിയാ അച്ഛാ, അതിലൊരു ഡൗട്ടില്ലാഴികയില്ല, അത് തന്നെയല്ല അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണ് വല്യമ്മ എപ്പോഴും ഉണ്ടാക്കിയും വെക്കുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവർ ഒന്നിച്ചെന്നായിരിക്കും തോന്നുന്നത്, അവർ കാണാമറയത്തിരുന്ന് രണ്ടാളും സ്നേഹിക്കുമായിരിക്കും എന്നിങ്ങനെ വേണുവിനോട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും രേവതി ചോദിക്കും, അവർ രണ്ടാലും ഒന്നിച്ചാണോ നടക്കാൻ പോയത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അനാമിക പറയും, അല്ലല്ല, അവർ ഒന്നിച്ചല്ല പോയത്, വേറെ വേറെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അമ്മായിമ്മനെ സോപ്പിടാൻ വേണ്ടിയിട്ട് നയന പുറകെ പോയതായിരിക്കും, ഉള്ളിലാവുമ്പോഴത്തേക്കിനും എല്ലാവരും കേൾക്കുമല്ലോ. ദേവയാനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ വെളിയിലാവുമ്പോഴത്തേക്കും ദേവയാനി എന്തെങ്കിലും പറഞ്ഞാൽ ആരും കേൾക്കത്തില്ലല്ലോ, അവൾ മനഃപൂർവ്വം ചാക്കിടാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്.
അപ്പോഴത്തേനും വീണ് പറയുകയാണ് അവള് ദേവയാനെ കയ്യിൽ എടുക്കാനുള്ള പണികളാണ് ചെയ്യുന്നത്, അതിനെ അനുവദിച്ച് കൊടുക്കരുത് എന്നിങ്ങനെ പറയും. അപ്പോൾ അനാമിക പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അത്ര നല്ല രീതിയിലൊന്നും അല്ല കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് നീ അനിയുമായിട്ട് മാറി നടക്കുന്നത് ശരിയല്ല മോളെ എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുകയാണ് അമ്മ അത് മാത്രം എന്നോട് പറയരുതെന്ന് പറയുകയാണ്. നന്ദുവിന് ചിക്കൻ ബോക്സ് വന്നപ്പോഴത്തേക്കിനും അവരുടെ ചേച്ചിമാർക്ക് പോലും ഇല്ലാത്ത സങ്കടമായിരുന്നു അനിയുടെ മുഖത്ത്. അവളെ കുടിയിരുത്തിയിരിക്കുക അനിയുടെ മനസ്സിൽ. എനിക്കവിടെ മടുത്തമ്മേ, എങ്കിലും അവനുമായിട്ട് ഒരു ദാമ്പത്യ ജീവിതം നടന്നുകൊണ്ട് പോകത്തില്ല. അമ്മയ്ക്ക് പറയുന്ന പോലെ അവിടുന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു വിഹിതം മേടിക്കണം. ആ വിഹിതം മേടിച്ചിട്ട് എനിക്ക് നല്ലൊരു കല്യാണം കഴിച്ചിട്ട് വേറെ പോയി ജീവിക്കണം എന്നിങ്ങനെ അച്ഛനോടും അമ്മയോടും അനാമിക തുറന്ന് സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനന്തപുരി തറവാട്ടിലെ ദേവയാനി സന്തോഷത്തോടു കൂടി മക്കൾക്ക് രണ്ടാൾക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റെഡിയാകുവാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ധൈര്യത്തോടെ എൻ്റെ മക്കളോട് അല്ലെങ്കിൽ മകളോട് എനിക്ക് ചോദിക്കാമല്ലോ കറിയൊക്കെ നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കാമല്ലോ എന്നൊക്കെ പറയും കേട്ടോ. ഉച്ചയ്ക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ എന്നൊക്കെ വിചാരിക്കും ഇങ്ങനെ മനസ്സിലായി. അപ്പോഴത്തേക്കിനും നമ്മുടെ ആദർശൻ നായനയും വരുന്നുണ്ട്. എന്നിട്ട് ദേവേനെ അവരോട് കയ്യിലെടുത്തിട്ട് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട് കൊണ്ടുപോകുന്ന ഫുഡ് മുഴുവൻ കഴിക്കണം, തുള്ളിയും കളയാൻ പാടില്ല എന്ന് പറയും കേട്ടോ. അപ്പം നായനെ ചോദിക്കും പിന്നെ കളയാനാണോ അമ്മ ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ദേവേനെ പറയുന്നുണ്ട് അത് പറയാൻ പറ്റത്തില്ലല്ലോ അമ്മേ, ഞാൻ ഭക്ഷണം കളഞ്ഞാൽ ഇവള് കളയാറില്ല, ഇവൾക്ക് നന്നായിട്ട് അറിയാം ഭക്ഷണത്തിൻ്റെ വില എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പുഴത്തിൽ കൂടുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അതിന് ശേഷം നയന ഇങ്ങനെ പറയുവേ അമ്മമാർ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി കൂടും എന്നാണ് പറയുന്നതെന്ന് പറയും കേട്ടോ. അത് ഞാൻ നല്ല ടേസ്റ്റോട് കൂടിയിട്ടൊന്നും അല്ലല്ലോ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതെന്ന് ഇങ്ങനെ ദേവയാനി പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റാണെന്നാണ് ഇവള് പറയുന്നതെന്ന് പറയും കേട്ടോ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇവളോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടോ എന്നിങ്ങനെ ആദർശ് ചോദിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണെ എനിക്കോ ഇവളോടോ എനിക്കങ്ങനെ സ്നേഹം തോന്നാൻ വേണ്ടിയിട്ട് ഇവളാണോ എനിക്ക് കറള് തന്നതെന്ന് ഇങ്ങനെ ആദർശിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. വെറുതെ സംസാരിച്ച് സമയം കളയാതെ പോകാൻ നോക്കുക എന്ന് പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആദർശും നായനയും ഓഫീസിലേക്ക് പോവുകയാണേ. അങ്ങനെ നമ്മുടെ ആദർശം നയനും കൂടെ പോകുന്നതിനിടയ്ക്ക് നയനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് എന്ന് കേട്ടോ. ശരി ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വീണ്ടും ടാറ്റ കൊടുത്തിട്ടാണ് വണ്ടിയിൽ കയറി പോകുന്നത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശം ഇങ്ങനെ ഓഫീസിലിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നയന അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. നീ വരുന്നതും കാത്തിട്ട് ഞാൻ നിന്നെ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയും കേട്ടോ. അപ്പോഴത്തേക്കും നയന വന്നിട്ട് പറയും എനിക്ക് ഇന്ന് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ആദർശ് ചോദിക്കുക എൻ്റെ അമ്മയോ നിൻ്റെ അമ്മയോ എന്ന് പറയുക. അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മ എന്നെ വിളിക്കാറില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അമ്മ വിളിച്ചിരുന്നു കുറച്ച് പർച്ചേസിന് പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു പറയും കേട്ടോ. അപ്പോൾ നിനക്കും പോകണമെന്ന് ചോദിക്കുക. ഞാനും പോയാൽ കൊള്ളായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ പോക്കുമോ എന്ന് പറയുവേ. നമ്മുടെ കമ്പനിയിൽ സാലറി കൊടുക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു, നിനക്കുള്ള പൈസ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. എല്ലാ പ്രാവശ്യവും അക്കൗണ്ടിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് കമ്പനിയുടെ ചീഫ് ഡിസൈനറിന് ഈ ക്യാഷായിട്ട് തരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കവറിനകത്ത് ഒരു കൊട്ട് നോട്ട് എടുത്തിട്ട് നമ്മുടെ നയനയുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും നയനയ്ക്ക് അങ്ങ് ചെറുതായിട്ടൊരു ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട്. വേണ്ടായിരുന്നു ആദർശമായിട്ടാ എന്നൊക്കെ പറയും കേട്ടോ. കുഴപ്പമില്ല, നിൻ്റെ ആദ്യത്തെ പർച്ചേസ് അല്ലേ, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ പർച്ചേസിന് വരികയല്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കുക എന്ന് നയനോട് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആദർശ് പറയുക അത് തന്നെയല്ല എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം ഇന്ന്, സ്വന്തം ഭാര്യയ്ക്ക് സാലറി കൊടുക്കാൻ ആർക്കാ സാധിക്കുന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നയന പറയുക ആദ്യത്തെ ശമ്പളം അല്ലേ ആദർശേട്ടാ, ഇത് ഞാൻ ആദർശേട്ടൻ്റെ കയ്യിലല്ലേ തരേണ്ടതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് പറയും അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല, അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ, അത് നീ നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്നിങ്ങനെ പറയുക. അത് തന്നെയല്ല നിനക്ക് സാലറി തന്നാൽ ഞാനിവിടെ ഫയലിൽ എഴുതിയും വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. എൻ്റെ ഒരു സന്തോഷത്തിനാണ്. അതുപോലെ തന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും വെളിയിൽ പോകാൻ വരാം, കാരണം അർദ്ധരാത്രിയിലും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതല്ലേ, നിന്നെ ഇവിടെ തളച്ചിടേണ്ട ഒരു ആവശ്യമില്ലെന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിന് ആദർശ് ചോദിക്കുക ഞാനും വരണമെന്ന് ചോദിക്കുക. വേണ്ട, ആദർശേട്ടൻ ഇവിടെ തിരക്കുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് നയനം അങ്ങോട്ടേക്ക് പോകട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ദേവയാനി പാതി വഴിയിൽ നയനയും കാത്തോടെ നിൽക്കും കേട്ടോ. അപ്പം നയന അങ്ങോട്ടേക്ക് ഓട്ടോയിൽ വന്നിറങ്ങുവേ. മോളെ എത്തിയോന്ന് ചോദിക്കും കേട്ടോ. എന്നിട്ട് പറയും, ദേവയാനോട് പറയും അമ്മ ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ടായെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ദേവയാനി പറയും മോൾക്ക് ശമ്പളം കിട്ടിയല്ലേ, അമ്മ എപ്പോൾ അത് അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുക. മോൾക്ക് ശമ്പളം തരുന്നതല്ലേ, അപ്പോൾ ആദർശം ചേട്ടനും എൻ്റെ അടുത്ത് പറയാതിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ.
അപ്പം അമ്മ ആ, ഇന്ന് എൻ്റെ ഈ ആദ്യത്തെ ശമ്പളം അമ്മ മേടിക്കണം. ആദർശേട്ടനല്ലേ എനിക്ക് ശമ്പളം തന്നത് എന്നിങ്ങനെ പറയും കേട്ടോ. അദ്ദേഹത്തേക്കിനും ദേവയാനി പറയുന്നുണ്ട്, മോളുടെ ആദ്യത്തെ ശമ്പളമല്ലേ, അത് വീട്ടിലോട്ടല്ലേ കൊടുക്കേണ്ടത്, മോളുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് പറയും ഇന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോവുകയും ചെയ്യണമെന്ന് പറയും. അപ്പം നായന് ചോദിക്കും പർച്ചേസിങ്ങിനല്ലേ ചോദിക്കും. അല്ല, നമുക്കൊരു അമ്പലമുണ്ട്, ഒരു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അമ്മേ, എനിക്ക് കിട്ടുന്ന ശമ്പളം തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാർ മേടിക്കത്തില്ല, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണമെന്നേ അവരും പറയത്തുള്ളൂ എന്ന് പറയും കേട്ടോ. ആദ്യം നമുക്ക് അമ്പലത്തിൽ പോയി തൊഴാം, അതിനുശേഷം മോളുടെ വീട്ടിലേക്ക് പോയിക്കോ. വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത് അവിടെ പോയി അച്ഛനും അമ്മയ്ക്കും ശമ്പളം കൊടുക്കാനാണ്, അല്ലാതെ അവിടെ പോയി താമസിക്കാനൊന്നും അല്ലല്ലോ. അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ആ, സമയം കളയാതെ പെട്ടെന്ന് മോൾ എൻ്റെ അടുത്തേക്ക് വരണം എന്നിങ്ങനെ പറയുവാണേ. അതിനുശേഷം അവരങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണേ. അപ്പോഴത്തേക്കും കാറിൽ കയറിയതിന് ശേഷം നയന വീണ്ടും പറയുകയാണ് അമ്മ സാലറി ഒന്നും എനിക്ക് വേണ്ടായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും പറയും കമ്പനിയുടെ MD ആയ ആദർശിനുണ്ട് സാലറി, ജയേട്ടനുണ്ട് സാലറി, ചെറിയച്ചനുണ്ട് സാലറി, എല്ലാവർക്കും സാലറി ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ലാഭവിഹിതം ട്രസ്റ്റിലേക്കുമാണ് പോകുന്നത്. അതുകൊണ്ട് മോള് വേണ്ടെന്നൊന്നും പറയണ്ട, മോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സാലറിക്ക് അത്യാവശ്യമാണ്, മോളത് ഉപയോഗിക്കുക എന്ന് വീണ്ടും പറയുന്നുണ്ട്. പിന്നെ അവരിങ്ങനെ അമ്പലത്തിൽ വന്നിറങ്ങും കേട്ടോ. അപ്പോഴത്തേക്കിനും നയനയ്ക്ക് നല്ല പരിചയമുള്ള അമ്പലം പോലെ കാണിക്കുകയാണ്. അപ്പോഴത്തേക്കിനും അമ്മ ഇങ്ങോട്ടേക്കിനാണോ കൂട്ടിക്കൊണ്ട് വന്നത്, മോൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും ഞാനും അമ്മയും കൂടെ മാസപൂജയ്ക്ക് എല്ലാ മാസവും ഇവിടെ വരാറുണ്ട് എന്ന് പറയും കേട്ടോ. ഇവിടെ എന്തെങ്കിലും ഇത് പ്രായശ്ചിത്ത പൂജ ചെയ്യുന്ന നല്ലൊരു സ്ഥലമാണ്, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതിന് പ്രായശ്ചിത്തം ഇവിടുന്ന് കിട്ടും എന്നിങ്ങനെ പറയും കേട്ടോ. അതൊക്കെ മോൾക്ക് അറിയായിരുന്നു അല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ദേവിയാനി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഒരു കാവാണ് കേട്ടോ. അങ്ങനെ ദേവയാനി മോളുടെ കൈ പിടിച്ചുകൊണ്ട് ഉള്ളിലോട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിന് അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ് പിന്നെ ഞാൻ തീരാത്ത തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരാളോട്, എൻ്റെ മരുമകളോട് എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ നയന് പറയും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ് ഒരാളെ ശല്യപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അയാൾ നോവിച്ചിട്ട് പിന്നീട് വന്നിട്ട് സോറി പറഞ്ഞാൽ ശരിയാവുമോ എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അതിപ്പോൾ പ്രായശ്ചിത്ത പൂജ കൊണ്ടൊന്നും കഴിയില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയും അതുകൊണ്ടാണ് ഞാൻ മോളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, ഇന്നലെ ഞാൻ തിരുമേനിയെ വിളിച്ചിരുന്നു, അതുപോലെ തന്നെ മറ്റാരും ഇത് അറിയരുതെന്നും പറഞ്ഞിട്ടുണ്ട്, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ ദേവയാനി നയനോട് പറയുവേ. പിന്നെ മോൾക്ക് ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമല്ലേ, മോളുടെ കുറച്ച് പങ്ക് ദേവിക്ക് കൊടുക്കാനുള്ള പങ്ക് ദേവിക്കും കൊടുത്തേക്ക് എന്നിങ്ങനെ പറയുവേ. അപ്പം നയന പറയും ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചിരിക്കുവാണേ. അങ്ങനെ നമ്മുടെ ദേവയാനി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദേവി അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം, എൻ്റെ മരുമകളോട് ചെയ്ത തെറ്റുകളെല്ലാം അറിഞ്ഞു പൊറുക്കണേ എന്നിങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മരുമകൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ, ഞാൻ കരൾ പകുത്ത് നൽകിയ എൻ്റെ അമ്മയ്ക്ക് ഇനി ഒരു ആപത്തും ഉണ്ടാകല്ലേ എന്ന് നയനയും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ സ്നേഹം അനുഭവിച്ച് ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണേ. അപ്പോഴത്തേക്കിനും പൂജാരി പൂജയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാ ഭക്തർക്ക് സ്വയമായിട്ട് പൂജ ചെയ്യാവുന്ന ഇതുപോലെയുള്ള കാവുകളൊക്കെ കുറവാണ്. ഈ വെറ്റിലയും പാക്കവും ദേവിക്ക് സമർപ്പിച്ചിട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞോളാൻ ഇങ്ങനെ ദേവയാനിയോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനി പ്രാർത്ഥിച്ചിട്ട് വീട്ടിലെ അടക്കയൊക്കെ ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ തിരുമേനി പറയുന്നുണ്ട് ഈ ഒരു തട്ടം കൊണ്ട് മരുമകളെ ഒഴിഞ്ഞ് വെക്കാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും ഒരു വമ്പൻ ട്വിസ്റ്റ് നടക്കുകയാണ്. നമ്മുടെ കനക ഓട്ടോയിൽ വന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ വന്ന് ഇറങ്ങുന്നതും കനക ഇങ്ങനെ അമ്പലത്തിലോട്ട് എത്തി വലിയ നോക്കുവാണ്, കാരണം കാർ അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്കും കാർ കണ്ട് നോക്കുമ്പോഴത്തേക്കിനും നോക്കുന്ന കാഴ്ചയെ ദേവയാനി നമ്മുടെ നയനേനെ ഒഴിഞ്ഞുകൊണ്ട് തട്ടം കൊണ്ട് ഇങ്ങനെ ഒഴിയുന്ന സീന് കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.